ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനെ പറ്റിയിട്ടാണ്. എന്താണ് ഡിഫറൻസിയേഷൻ? വ്യത്യാസം അല്ലേ, ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാന്ന് പറഞ്ഞാൽ വ്യത്യാസം. അപ്പോൾ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതും കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റ് എത്രത്തോളം വ്യത്യാസമാക്കുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. In simple word, product differentiation is a process of distinguish a product or service from other products or service available in market. അതായത് ഒരു പ്രോസസ്സാണ് എന്തെന്ന്, അവരുടെ പ്രോഡക്റ്റ്സ് അവരുടെ പ്രോഡക്റ്റ്സും അതുപോലെ അവരുടെ സർവീസസും മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള പ്രൊഡക്ട്സും സർവീസസും എത്രത്തോളം വ്യത്യാസമാണ് അതിന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന്. മറ്റൊരു ഫ്രെയിമോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ എന്ത് വേണേലും മറ്റുള്ളവരിൽ നിന്ന് എന്തൊരു വ്യത്യാസമാകുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേറ്റ് പ്രോഡക്ട്സ് ഓർ സെപ്പറേറ്റ് ഫ്രം അതേഴ്സ് ഇൻ മാർക്കറ്റ് ടു മേക്ക് ഇറ്റ് മോർ അപ്പീലിംഗ് ടു ദി ടാർഗറ്റ് മാർക്കറ്റേഴ്സ്. നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് എന്നാൽ ചിലപ്പോൾ വേണമെങ്കിൽ ചിലർ ടേസ്റ്റിലാവാം, ചിലപ്പോൾ ക്വാളിറ്റിയിലാവാം, ചിലപ്പോൾ പ്രൈസ് ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധം റീസണബിൾ പ്രൈസിൽ തന്നെയായിരിക്കും ഇടുക. ഒരു സോപ്പ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സോപ്പ് നിങ്ങൾ തന്നെ ഒരു മാർക്കറ്റിൽ ചെന്നാൽ ഒരു സോപ്പ് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. സോപ്പിന് തന്നെ എത്രയോ കളേഴ്സ് ഉണ്ടാവും, എത്രയോ ഫ്ലേവേഴ്സ് ഉണ്ടാവാം. ചിലത് ആയുർവേദമാവാം, ചിലത് സാധാ ഈ കോസ്മെറ്റിക് സോപ്പുകളാവാം. അങ്ങനെ പല രീതിയിലും നമ്മൾ തന്നെ ഒരു ഷോപ്പിൽ പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അങ്ങനത്തേതാണ് എന്തെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ്റെ എന്ന് പറഞ്ഞത്. Product differentiation means adding to feature to product to separate them from competitor products in the eyes of consumers. ഇതാണ് നിങ്ങൾ എന്താണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, ഒരു ഫീച്ചർ ആഡ് ചെയ്യുക മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇപ്പോൾ നിങ്ങളൊരു കോളേജിൽ എന്താ പറയുക, ഒരു ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുകയെന്ന് വിചാരിക്കും. CA ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക, നിങ്ങളുടെ കയ്യിലൊരു ഫീച്ചർ, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കോസ്മെറ്റിക്സ് ആവാം, ചിലപ്പോൾ പാട്ടാവാം. അപ്പോൾ അങ്ങനെയാണ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മൾ അഡീഷണലായിട്ടൊരു ആ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ അതിൻ്റെ സർവീസിന് ഒരു ഫീച്ചർ ആഡ് ചെയ്യുന്നതിനെ പറയണതാണ് മറ്റുള്ള കൺസ്യൂമേഴ്സിൻ്റെ കണ്ണിൽ അതിന് പറയണതാണ് എന്തെന്ന് പറഞ്ഞത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. വിച്ച് പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഇനി അതിന് കുറച്ച് ടൈപ്സ് ഉണ്ട്. ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്, മിക്സ്ഡ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, അങ്ങനെ ഒരു 3 ടൈപ്സ് ഉണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ മനസ്സിലായില്ലേ? ഇനി എന്താണ് ഹൊറിസോണ്ടൽ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ഫീച്ചർ, ഒരേ ഒരു ഫീച്ചർ ആഡ് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റിന് ഓൺലി വൺ ഫീച്ചർ ആഡ് ചെയ്യുന്നതിനെ പറയണതാണ് എന്തെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു യാത്ര ചെയ്യാമെന്ന് വയ്ക്കുക, ഒരു എക്സാമ്പിൾ യാത്ര ചെയ്യുകയാണെന്ന് വയ്ക്കാം. നിങ്ങൾ ദാഹിക്കുന്ന സമയത്ത് പല സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ നിങ്ങൾ ഒന്നെങ്കിൽ പെപ്സി, മിറിൻഡ, സ്പ്രൈറ്റ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആപ്പിൾ ഫിക്സ്. ചിലവർക്ക് അതൊക്കെ അറിയാം, പക്ഷേ എല്ലാത്തിനും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെ എന്താ പറയുക, അത് എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിന് ഗുണമാണോന്നോ അല്ലെ ഹാനികരമാണെന്നോ ഒന്നും നമ്മൾ നോക്കില്ല, നമ്മളത് മേടിക്കും. എന്തിൻ്റെ ബേസിലാണ്? ടേസ്റ്റിൻ്റെ. അപ്പം ഒരു ഫീച്ചർ എന്താണ്, ആ ടേസ്റ്റ് എന്നുള്ള ഒരു ഫീച്ചർ കണ്ടിട്ടാണ്. ചിലർ പറയും പെപ്സി മതി എന്ന് പറയും, ചിലർ പറയും എന്താ പറയുക എനിക്ക് മിറാൻഡ മതി എന്ന് പറയും, ചിലർ പറയും എനിക്ക് മതി എന്ന്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ടാണ്, അതിൻ്റെ ടേസ്റ്റ് അതാണ് ആ ഒരു ഫീച്ചറിന്, ആ ടേസ്റ്റ് എന്നൊരു ഫീച്ചറിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. Is it done for products which are difficult to classify because they have many features? There is only one feature is considered. അതായത് നമ്മുടെ പ്രൊഡക്റ്റിന് പറഞ്ഞാൽ പല ഡിഫറെൻ്റ് ആയിട്ട് എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ പാക്കിംഗ് ആവാം, ചിലപ്പോൾ പ്രൈസ് ആവാം, ചിലപ്പോൾ ക്വാളിറ്റി ആവാം, ചിലപ്പോൾ ക്വാണ്ടിറ്റി ആവാം. അതിൽ നിന്ന് ഒരേ ഒരു ഫീച്ചർ, ആ പ്രൊഡക്റ്റിന് ഒരേ ഒരു ഫീച്ചർ കണ്ടിട്ട് കൺസ്യൂമേഴ്സ് ബൈ ചെയ്യുന്നതിനെ പറയുന്നതാണ് ഹൊറിസോണ്ടൽ ഡിഫറൻസിയേഷൻ. കാരണം നോട്ട് സർട്ടൻ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ദാറ്റ് ദേ കമ്പയർ.
റിഗാർഡിങ് ദേ ഹാവ് ഇനി മിനറൽ വാട്ടർ, ചിലപ്പോൾ മിനറൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ വാട്ടർ തന്നെയാണ്. ചിലവർ അതിൻ്റെ പ്രൈസ് നോക്കിയിട്ടും ചിലപ്പോൾ മേടിക്കുന്നുണ്ടാവാം, റേറ്റ് കുറവ്. ചിലപ്പോൾ നല്ല എന്താ പറയുക കമ്പനി നോക്കിയിട്ടായിരിക്കും മേടിക്കുന്നുണ്ടാവാം. The horizontal product difference refers making a distinction in product that cannot easily evaluate the terms of quality. ക്വാളിറ്റിയുടെ ടേംസിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാലും ചിലപ്പോൾ അവരുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ ചിലരുടെ പ്രൈസ് അനുസരിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. അങ്ങനെ ഒരു ഫീച്ചർ ഉള്ളതിനെ പറയണതാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വെർട്ടിക്കൽ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ഹോം അപ്ലയൻസ്, ഒരു വാഷിംഗ് മെഷീൻ മേടിക്കുകയാണെങ്കിൽ പറയും സാംസങ്ങിനേക്കാൾ നല്ലതായിട്ട് വേൾപൂളാണ്, എക്സാമ്പിളായിട്ട് പറയണുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ വേൾപൂളിനേക്കാളാണ് LG. അതായത് ഒരു ഫീച്ചറിന് മറ്റുള്ളതിനേക്കാളും ബെറ്ററാക്കി, ആ പ്രോഡക്റ്റ് മറ്റുള്ളത് ബെറ്ററാക്കി കമ്പയർ ചെയ്തിട്ട് ആ മേടിക്കുന്നതിനെ പറയുന്നതാണ് എന്തെന്നാണ് വെർട്ടിക്കൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഫോണൊക്കെ എടുക്കാൻ ഫോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒപ്പോ ഉണ്ട്, ഐഫോൺ ഉണ്ട്, നമ്മൾ ചിലപ്പോൾ അത് കമ്പയർ ചെയ്തിട്ട് ഇതാണ് ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് ആ പ്രൊഡക്റ്റ് മേടിക്കുന്നത്. ആ ഡിഫറൻസ് എന്താണ് ഇതിന്, ചിലപ്പോൾ ഐഫോണിൻ്റെ ക്യാമറയോ അല്ലെങ്കിൽ ഒപ്പോൻ്റെ ക്യാമറയോ ഏറ്റവും ബെറ്റർ, ഐഫോണിൻ്റെ അത്ര ക്ലാരിറ്റി ഇല്ല എന്ന് വിചാരിക്കേണ്ടതാ, വിചാരിച്ചാൽ മതി കേട്ടോ. ഐഫോണിനൊക്കെ നല്ല ക്ലാരിറ്റി എന്നറിയാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം എക്സാമ്പിൾ. അപ്പോൾ അപ്പോൾ ഏറ്റവും നല്ലത് ഏത് ഒപ്പോ ആണ്, അപ്പോൾ ഒപ്പോ എടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോ എന്താ പറയുക ബെറ്റർ ഒരു ഫീച്ചർ കണ്ടിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങുന്നതിനെ പറയണതാണ് എന്തെന്നാണ് വെർട്ടിക്കൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ. വെർട്ടിക്കൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എക്സിസ്റ്റ് വെൻ കൺസ്യൂമർ കമ്പയർ എ പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു വൺ ഫീച്ചർ സേ ക്വാളിറ്റി. അതായത് ഇപ്പോൾ അത് ബെറ്ററാണ്, അതിനാണ് കുറച്ചും കൂടി ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ആ സാധനം മേടിക്കുന്നതിനെ പറയുന്നതാണ് വെർട്ടിക്കൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഇൻ ദിസ് കേസ് വെർ ഇറ്റ് പോസിബിൾ ടു സേ വിച്ച് പ്രോഡക്റ്റ് ഈസ് ബെറ്റർ ദാൻ അതർ. മറ്റുള്ളതിൽ നിന്നും വ്യത്യാസം, അതായത് മറ്റൊന്നുള്ള ബെറ്ററായിട്ട് നല്ലതായിട്ട് ആ സെലക്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞത് വെർട്ടിക്കൽ. The vertical product differentiation refers to making distinction in product that can evaluate easily in terms of quality. ക്വാളിറ്റിയുടെ ബേസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പ്രൊഡക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാം. നിങ്ങൾ പറയില്ലേ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ലൈഫ് ഇതിലിപ്പോൾ ഒരു ബാറ്ററിയുടെ കാര്യം പറയുന്നത്, ഡ്യൂറസെൽ ബാറ്ററിയാണ് കുറച്ച് മറ്റ് ബാറ്ററിയേക്കാളും കൂടുതൽ ലോങ് ചെയ്യണത്, അതായത് ലീവ് ചെയ്യുന്നത്, ലാസ്റ്റ് ചെയ്യണത് കുറേ കാലത്തേക്ക്. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കുന്നതിനെ പറയുന്നത് ാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. മിക്സഡ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഡിഫറൻസിയേഷൻ ഹൊറിസോണ്ടൽ. അതായത് രണ്ടും, അതായത് ഒരു ഫീച്ചറും എടുക്കും അതേപോലെ കമ്പാരിസൺ ചെയ്യും. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ മേടിക്കുന്നതിന് പറയുന്നതാണ് മിക്സഡ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. ഇറ്റ് ഈസ് കോമൺ വെൻ കൺസ്യൂമർ കൺസിഡർ മോർ കോംപ്ലെക്സ് പ്രോഡക്റ്റ് ഓർ മാർക്കറ്റ് ആർ ലുക്കിംഗ് മോർ സൊഫിസ്റ്റിക്കേറ്റഡ് മാർക്കറ്റ്. നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനൊക്കെ ഒരു എന്താ പറയുക ഡയറക്ഷനിലൂടെ സാധനങ്ങൾ മേടിക്കുക. ഇപ്പോൾ കാറൊക്കെ നമ്മൾ ചിലപ്പോൾ കമ്പയർ ചെയ്യും, ഏത് കാറാണ് മേടിക്കേണ്ടത്, ചിലപ്പോൾ ഒരു ഫീച്ചർ അതിൻ്റെ കളറാവും അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ അനുസരിച്ചിട്ടാവും നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ സീറ്റിംഗ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇതിനെ പറയുന്നതാണ് മിക്സഡ്. അതായത് ഒരു ഫീച്ചറും ഉണ്ടാവും, അതേപോലെ തന്നെ ഏതാണോ ബെറ്റർ എന്ന് നോക്കിയിട്ട് ആ മേടിക്കുന്നതിനെ പറയുന്നതാണ് മിക്സഡ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ 3 പഠിച്ചു. ഏതൊക്കെയാണ് മക്കളെ? ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, മിക്സഡ്. ഹൊറിസോണ്ടൽ എന്നാണ് ഒരേ ഒരു ഫീച്ചർ, കുറേ ഫീച്ചേഴ്സിൽ നിന്ന് ഒരേ ഒരു ഫീച്ചറിൽ സാധനം മേടിക്കുന്നതിനെ പറയുന്നതാണ് ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞത് ഏതാണോ ബെറ്റർ അത് കമ്പയർ ചെയ്തിട്ട് വിച്ച് പ്രൊഡക്റ്റ് ഈസ് ബെറ്റർ ദാൻ അതർ, മറ്റുള്ളതിൽ നിന്ന് എത്രത്തോളം വ്യത്യാസം അതല്ലെങ്കിൽ എത്രത്തോളം ബെറ്ററാണോ എന്ന് നോക്കിയിട്ട് മേടിക്കുന്നത്. മിക്സഡ് ആകുമ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് മേടിക്കുന്നതാണ്. ഇനി പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ അഡ്വാൻറ്റേജസ് ഉണ്ട്. ക്രിയേറ്റീവ് വാല്യൂ, അതായത് പ്രോഡക്റ്റ് ഡിഫറൻസ് ഗീവ് എ റീസൺ ടു കസ്റ്റമർ ചൂസ് ദ ബ്രാൻഡ് ഓവർ അതേഴ്സ് ആൻഡ് റിപ്പീറ്റ് ദ പർച്ചേസ്. ചിലവർക്ക് ഇപ്പോൾ എന്താ പറയുക ചന്ദ്രിക സോപ്പായിരിക്കും കൂടുതൽ ഇഷ്ടം, കാരണം അത് ആയുർവേദമാണെന്ന് പറയുന്നു. അതിനെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യണോ എന്ന് പറയുന്നു.
വെറുതെ എക്സാമ്പിൾ പറയണം. അപ്പോൾ അത് ആ പ്രൊഡക്റ്റിന് ഒരു വാല്യൂ കിട്ടും. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ സോപ്പ് വെച്ചപ്പോൾ നമുക്കൊരു കുരു പോയി എന്ന് വയ്ക്കുക. അപ്പം നമ്മൾ ചിലപ്പോൾ വല്ലവർക്കും അത് പറഞ്ഞു കൊടുക്കും നമ്മൾ. അപ്പോൾ അവർക്ക് എന്താ പറയുക അത് മാറുക അങ്ങനത്തെ. അപ്പോൾ ആ പ്രൊഡക്റ്റിന് ഒരു വാല്യൂ ഉണ്ടാക്കും. അതോടെ ആ കസ്റ്റമേഴ്സ് എന്താണ് അത് വീണ്ടും വീണ്ടും മേടിക്കാൻ ഒരു ഇതുണ്ടാവും. അതാണ് ക്രിയേറ്റ് വാല്യൂ എന്ന് പറഞ്ഞത്. ഹെൽപ്സ് ഇൻ ഡിഫെൻഡിങ് ഹൈ പ്രൈസ്. ഇപ്പോൾ ചിലപ്പോൾ ചന്ദ്രിക മറ്റുള്ള സോപ്പുകളെക്കാളും ഹൈ പ്രൈസ് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേമിന് എന്താണ് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാം. കസ്റ്റമേഴ്സ് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ ആ പ്രൈസ് കൂടുതൽ മേടിക്കണേ എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം? ഞങ്ങൾ ഇത്ര നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് തരുന്നത്, അല്ലെങ്കിൽ ഇത്ര നല്ല പാക്കിംഗ് ആണ്, അല്ലെങ്കിൽ നല്ല അഡ്വർടൈസ്മെൻ്റ് ആണ് തരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്ര പൈസ നിങ്ങളുടെ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനിലൂടെ സാധിക്കുന്നു. ഹെൽപ്പ് ഇൻ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. ടെൽ കമ്മ്യൂണിറ്റി കോമ്പിൻ ഏരിയ ഓഫ് അതർ ദാൻ പ്രൈസ്. നമുക്ക് നോൺ പ്രൈസിങ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻസ് പ്രൈസ് അല്ലാതെ വേറെ രീതിയിൽ നമുക്ക് കോമ്പറ്റ് ചെയ്യാം. വേണമെങ്കിൽ ചിലപ്പോൾ പ്രൊഡക്റ്റിൻ്റെ സ്മെല്ലാവാം, ചിലപ്പോൾ അല്ലേ എല്ലാ സോപ്പിനും ഒരേ സ്മെല്ലല്ലല്ലോ, എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അതേപോലെ ചിലപ്പോൾ അതിൻ്റെ എന്താ പറയുക പാക്കിംഗ് ആവാം, ചിലപ്പോൾ അതിൻ്റെ കളറാവാം. അപ്പോൾ അതാണ് അതിന്നും നമ്മളെ വ്യത്യാസമാക്കുന്നു. പിന്നെ എന്താ പറയണത്, ക്രിയേറ്റ്സ് എ ബ്രാൻഡ് ലോയാലിറ്റി. അതായത് ഇപ്പോൾ നമ്മുടെ ഡിഫറൻസിയേഷൻ ആകുമ്പോൾ നമ്മൾ പറയും ബാറ്റഡ് ചെരുപ്പിൽ നമ്മൾ പറയും ബാറ്റഡ് ഷൂ ആണ് ഏറ്റവും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത് എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു എന്താ പറയുക ലോയാലിറ്റി, ഒരു വിശ്വാസം ഉണ്ടാക്കും അല്ലേ. ചിലവർക്ക് ചില ബ്രാൻഡ് അല്ലെങ്കിൽ ചില സോപ്പ്, ചില പെർഫ്യൂംസ്, ഇഷ്ടപ്പെട്ട പെർഫ്യൂംസ്, അല്ലെങ്കിൽ ലേഡീസിനാണെങ്കിൽ ക്രീം. അപ്പോൾ നമുക്ക് അതിനോടൊരു വിശ്വാസമാണ്. ഇപ്പോൾ ലാക്മേയുടെ ക്രീമാണ് കൂടുതൽ വിശ്വാസം, ചിലവർക്ക് ലോറിയലിൻ്റെ ആയിരിക്കും. അങ്ങനെ ഒരു നമ്മുടെ മനസ്സിലൊരു ബ്രാൻഡ് ഉണ്ട്. സക്സസ്ഫുൾ സ്ട്രാറ്റജി ക്രിയേറ്റ് ബ്രാൻഡ് ലോ എവ കസ്റ്റമർ ഇൻ വേ ബിൽഡ് എ ബ്രാൻഡ് ഇക്വിറ്റി. ക്രിയേറ്റ് എ പെർസെപ്ഷൻ ഓൺ നോൺ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഒരു സക്സസ്ഫുൾ സ്ട്രാറ്റജിയിൽ ക്രിയേറ്റ് എ പെർസെപ്ഷൻ കസ്റ്റമർ ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ഇൻ ദിസ് മാർക്കറ്റ്. അതായത് എൻ്റെ ഈ പ്രോഡക്റ്റിന് പകരം വയ്ക്കാൻ വേറൊരു പ്രോഡക്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവുക. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് മറ്റു ഏതൊരു പെർഫ്യൂമിനും ഇല്ല എന്ന് നമ്മൾ സ്വയം കസ്റ്റമേഴ്സിനോട് തോന്നില്ലേ. അതാണ് എന്തെന്നാണ് ക്രിയേറ്റ് എ പെർസെപ്ഷൻ ഓഫ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന്. പിന്നെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് product help to build a competitive advantage over brands. Competitive means having edge over reveals the provision of certain products of the customer view the product of superior. അതായത് ആ പ്രൊഡക്റ്റിന് മാത്രം ഫോക്കസ്, അവർ അതിന് മാത്രം ലക്ഷ്യം ചെയ്യുക, അതെന്നെ മേടിക്കണം. അപ്പോൾ പ്രൊഡക്റ്റിലെ കസ്റ്റമേഴ്സ് എന്താ ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റാണ് അവരുടെ സുപ്പീരിയർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്. അതാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന് കുറേ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ആർക്കാണ് ആഡഡ് പ്രഷർ ഓൺ മാനുഫാക്ചേഴ്സ്. അതായത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ വ്യത്യാസമാവണം, മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണം എന്ന്. അപ്പോൾ അവർക്ക് എന്താ ഹൈ പ്രഷറാണ്. മാനുഫാക്ചേഴ്സ് എന്ന് പറഞ്ഞത് എന്താണ്, ഹൈ പ്രഷറാണ് ഉണ്ടാവുന്നത്. ദാറ്റ്സ് എമോങ് pressure on management to decide what would not turn out the unique selling position for that product. മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യാസമാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ചെയ്യുമ്പോൾ എന്താണ് മാനുഫാക്ചേഴ്സിന്, ആ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ആണ് എടുക്കേണ്ടത്. ഹയർ പ്രൈസ്, അതായത് ഹയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും എന്താ പറയുക നല്ല പ്രൊമോഷൻ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നല്ല എന്താ പറയുക വെറൈറ്റി പ്രോഡക്റ്റ്സ് വേണ്ടി വരും വിൽക്കണം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി. അപ്പോൾ ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റിലോ അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജി കൊണ്ടുവരണേനോ അങ്ങനേനൊക്കെ എന്താണാവുക പൈസ ആവശ്യമായിരിക്കും. ഒരു ഡിസഡ്വാൻറ്റേജ് ഇൻക്രീസ് റവന്യൂ നോട്ട് ഗ്യാരൻറ്റീഡ്. അതായത് ഡസ് നോട്ട് ഗ്യാരൻറ്റി മോർ സെയിൽസ് ആൻഡ് മോർ. അതായത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പുതിയ പ്രോഡക്റ്റ് ചിലപ്പോൾ ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ഇപ്പോൾ പുതിയ സോപ്പ് വന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് മേടിക്കും. കമ്പാരിറ്റീവ്ലി നമ്മൾ സ്ഥിരം മേടിക്കുന്ന ബ്രാൻഡോടായിരിക്കും നമുക്ക് താല്പര്യം. പെട്ടെന്ന് ഒന്നിലേക്ക് പരീക്ഷിച്ചു നോക്കാൻ ചിലർക്ക് താല്പര്യം കുറവാണ്. പിന്നെ അത് കുറച്ച് കാലം കഴിഞ്ഞാലാണ് ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ആക്സെപ്റ്റ് ചെയ്യണമെന്നല്ല. അപ്പോൾ എന്താ ഉണ്ടാവുക, ഓട്ടോമാറ്റിക്കലി ആ കമ്പനിക്ക് ലോസാണ് വരിക. അപ്പോൾ ഇതാണ് ഡിസഡ്വാൻറ്റേജ് എന്തിൻ്റെ, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ്റെ. താങ്ക് യു. ഇത്രയുള്ളൂ നമ്മളെടുത്തത് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ്റെ ടൈപ്പ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. താങ്ക് യു കേട്ടോ.